ഹായ് ഓൾ, ദിസ് ഈസ് അമിൽഡ. വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. AI ടൂൾസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എല്ലാം ബിസിനസ്സിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എങ്ങനെ ബാധിക്കുന്നുള്ള ഡിബേറ്റ്സും ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൽ സ്പെസിഫിക് ആയിട്ട് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിൽ എങ്ങനെയാണ് AI ടൂൾസ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു സീരീസ് ആണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഓൾറെഡി ചാറ്റ് ജി പി ടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ചാറ്റ് ജി പി ടി നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതുതായിട്ടുള്ളൊരു AI ടൂളാണ് സിബ്ര AI എന്ന് പറഞ്ഞിട്ട്. ഈ സിബ്ര AI എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത് സിബ്ര ടെക്നോളജീസ് ആണ്. ഇതൊരു AI പ്ലാറ്റ്ഫോം ആണ്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഡാറ്റനെ അനലൈസ് ചെയ്ത് അതിൻ്റെ വിഷ്വലൈസേഷനായിട്ടും അതിൻ്റെ ഡീപ്പ് അനലിറ്റിക്സിലും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വിഷ്വലൈസേഷനിലേക്ക് കൊണ്ടുവരാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുവഴി അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് അതിന് ട്രെൻഡ്സും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ഇന്റർഫേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാർട്ടിലേക്കായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫോമിലേക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു അനലിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. യൂസേഴ്സിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവും. ഇത് നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആക്ഷനബിൾ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂസേഴ്സിന് കുറേയധികം റെക്കമെൻഡേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കമെൻഡേഷൻസ് എല്ലാം അവരുടെ ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ മാനുവലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അനലിറ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ചാർട്ടായിട്ടോ ട്രെൻഡ് ചാർട്ടൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റനെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഡാറ്റ മാനുവലായിട്ട് മാത്രമല്ല അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, പവർ ബി ഐ നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. അതുവഴി നമുക്ക് ഇതിന്റെ വിഷ്വലൈസേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടാവും. കറന്റ് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് മാത്രമാണ് ഈ സിബ്രയെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡാറ്റ പ്രൊട്ടക്ഷനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ചാറ്റ് ജി പി ടി നമുക്ക് ഒരു പരിധിവരെ മാത്രം വിശ്വസിക്കാനായിട്ട് പറ്റും എന്നുള്ളത്. പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിബ്ര എ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധിവരെ ഡാറ്റ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ ഇത് ടെമ്പററി ആയിട്ടാണ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ ഒരു സെഷൻ കഴിയുന്ന സമയത്ത് അത് പെർമനന്റ് ആയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡാറ്റ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. കറന്റ് നമുക്ക് ഇത് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ പെയ്ഡ് വേർഷനും അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതിൽ നമുക്ക് 3 പവർ ബി ഡാറ്റാബേസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഒരു ദിവസം നമുക്ക് മാനുവലായിട്ട് 10 AI ഇന്ററാക്ഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്കിതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈഡിലേക്ക് പോവാം. നമ്മൾ ഒരു ബ്രൗസറിൽ സിബ്ര എന്ന് പറഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഡാഷ്ബോർഡ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്ലോഡ് യുവർ ഫയൽ എന്ന് പറയുന്നത് നമുക്ക് മാനുവലായിട്ട് ഫയൽസ് അപ്ലോഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബി ആയിട്ട് കണക്ട് ചെയ്യാം. പവർ ബി അല്ല, വേറെ ഏതെങ്കിലും ഡാറ്റാബേസ് നമുക്കുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനിവിടെ മാനുവലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ അനലിറ്റിക്സിലേക്ക് പോകുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ഷീറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഉള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി വൈസുള്ള സെയിൽസ് ഡാറ്റയാണ്. ഒരു എംപ്ലോയിന്റെ പേര്, അവർ സെയിൽ ചെയ്ത മന്ത്, സെയിൽ വാല്യൂ, ആ സെയിലിന്റെ കോസ്റ്റ്, ദെൻ അവർ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിന്റെ കമ്മീഷൻ. ഇത്രയാണ് ഒരു ഷീറ്റിലുള്ള ഡാറ്റ. ഇത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആ ഒരു സിബ്ര എന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഇത് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സിബ്ര എ വരുന്നു. ഇവിടെ നമ്മൾ അപ്ലോഡ് യുവർ ഫയൽ എന്നുള്ളതിൽ നമ്മുടെ ഈ ഒരു ഫയൽ നമ്മൾ കൊടുക്കുന്നു. ഈ ഫയൽ നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ഡാറ്റ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാറ്റ ചെക്ക് ചെയ്തതിന് ശേഷം ഇവർ നമ്മുടെ ഡാറ്റേനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണ്, എന്തൊക്കെ കോമ്പണൻസ് ആണ് ഡാറ്റയിൽ ഉള്ളതെന്നുള്ളത്. അപ്പം നമുക്കിവിടെ ഡാറ്റേൻ്റെ നെയിം റീനെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റീനെയിം ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ അനലൈസ് ഡാറ്റ എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഡാറ്റ അനലൈസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മുടെ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ ചാർട്ടും അതേപോലെ തന്നെ ഒരു ബാർ ചാർട്ടും ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് സെയിൽസ് വാല്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് ബോത്ത് ഡിക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി ബൈ ഓർ 56% ഫ്രം ജനുവരി ടു ജൂൺ. അതായത് ആ ജനുവരിയിൽ നിന്നും ജൂൺ മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സെയിൽസും കോസ്റ്റ് ഓഫ് സെയിൽസും നന്നായിട്ട് ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് സെയിൽസും അതേപോലെ തന്നെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസമാണ്. ഇതൊക്കെ നമുക്ക് മാനുവലായിട്ട് നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതിനായിട്ടാണ് ഈ സിബ്രയെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇതുപോലെയുള്ള ഒരു ട്രെൻഡ് ചാർട്ട് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടാവും. അതിനുശേഷം ഇതിൽ പറയുന്നുണ്ടത് ജെയിൻ മാർട്ടിൻസ് ലീഡ്സ് ഇൻ സെയിൽസ് വിത്ത് 1900 യൂണിറ്റ്സ് കൺട്രിബ്യൂട്ടിംഗ് 5.12 ടു ദ ടോട്ടൽ വൈൽ പോൾ ജോൺസൺ റാങ്ക്സ് ലോവസ്റ്റ്. ഇതിൽ ആരാണ് ഹയസ്റ്റ് ആരാണ് ലോവസ്റ്റ് എന്നാണ് നമുക്ക് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ഷീറ്റിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സെയിൽസിന്റെ ഇൻഫോർമേഷൻ ആണ്.
ഇത് കാർ സെയിൽസ് ആണ്. കാർ സെയിൽസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ മോഡൽ, എഞ്ചിന്, അതിന്റെ കളർ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ സെയിൽ ചെയ്ത ഡേറ്റും കസ്റ്റമറിന്റെ പേരും സെയിൽ പ്രൈസ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഡാറ്റ നമുക്ക് ഈ സെബ്രായിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഷീറ്റ് ഇവിടെ കോപ്പി ചെയ്യാണ്. നമുക്ക് ഇതിനെ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അനലൈസ് ഡാറ്റ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യുവാണ്. ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു ഡീറ്റെയിൽ സമ്മറൈസ് ചെയ്ത് തരുന്നുണ്ടാവും, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് നമ്മൾ വെഹിക്കിളിന്റെ സെയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതിന്റെ മോഡൽ, പ്രൈസ്, കസ്റ്റമറിന്റെ ഡെമോഗ്രാഫിക്സ്, ഇത്രയും ഡാറ്റ നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന് ഇത് അനലൈസ് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട്. ഇനിയാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാർട്ടിന്റെ രൂപത്തിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് 23.5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ മെയ് ഒക്ടോബർ മാസങ്ങളിലാണ് ഒരു സിഗ്നിഫിക്കന്റ് ഗ്രോത്ത് കാണുന്നത്. ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഒരു ഡിക്ലൈൻ വരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഹൈ ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പേൾ വൈറ്റ് എന്നുള്ള ഒരു കാറിന്റെ മോഡലാണ്. അപ്പൊ നമ്മൾക്ക് ഇനി 3 മോഡൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. അതിൽ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ വരുന്നത് പേൾ വൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ കൊടുത്ത് നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ കമ്പനി ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ കമ്പനി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനി നമ്മൾ ഫിൽട്ടർ ചെയ്തതിൽ നമുക്ക് ഓഡിന്റെ മാത്രമാണ് ഡാറ്റ അറിയേണ്ടതുണ്ടെങ്കിൽ ഓഡിന്ന് ടിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഓഡി കാറിന്റെ മാത്രം ഡാറ്റ ആയിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ മാത്രം സെയിൽസ്, അതിന് മാത്രം ഒരു ഗ്രോത്ത് കമ്പാരിസൺ അല്ലെങ്കിൽ ഡിക്ലൈൻ കമ്പാരിസൺ, ഈ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഇത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സെബ്രയെ യൂസ് ചെയ്യേണ്ടത്. സെബ്രയെ നമുക്ക് ഒരു ദിവസം 10 ഇന്ററാക്ഷൻസ് അലോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഫ്രീ വേർഷൻ യൂസ് ചെയ്യാവുന്നതാണ് ബിസിനസ്സിലേക്ക്. നമുക്കിത് എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടാവുക ആ ഒരു മാനേജ്മെന്റിന്റെ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും. MIS റിപ്പോർട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടേബിളിൽ ഫിഗേഴ്സ് പ്രസന്റ് ചെയ്തതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി ഇംപ്രസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ മാനേജ്മെന്റിന് കൂടുതലായിട്ട് ഡാറ്റ മനസ്സിലാക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ നമ്മൾ ഒരു ചാർട്ടിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ ട്രെൻഡ് ലൈൻസ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് മാസമാണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് മാസമാണ് കുറവെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് കൂടാതെ നമുക്ക് ഈ റെക്കമെൻഡേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിബ്ര എന്ന് പറയുന്നത്.